എല്ലാ ചെറ്റത്തരത്തിലും കൂട്ടു നിൽക്കുന്നതിന്. വിക്രം സാർ ഒരു കാര്യം പറഞ്ഞാ ഞാൻ എന്താ ചെയ്യാതിരുന്നിട്ടുള്ളത്? എന്നെ പോലുള്ള പാവങ്ങളുടെ നിലനിൽപ്പ് തന്നെ വിക്രം സാറിനെ പോലുള്ളവര് ഉള്ളത് കൊണ്ടല്ലേ? തന്റെ വീക്ക്നെസ് ആണല്ലോ ചായ. ആയിരുന്നു. ഡോക്ടർ പറഞ്ഞതേ ചായ കൂടി നിശേഷം നിർത്താനാ. എന്നാലേ രാവിലെയും വൈകുന്നേരം ഓരോ ചായ കുടിക്കാനാ എന്റെ തീരുമാനം. അപ്പൊ ഞാൻ ചായ എടുക്കാം. വേണ്ടാന്നേ, ഇപ്പൊ തന്നെ ചായ 2 ആ മാധവ, ഞാൻ വന്നത് ആ ക്യാഷിനാ. പണം എടുത്ത് വെച്ചിരിക്കയല്ലേ? എല്ലാ എണ്ണി പ്രത്യേകം കെട്ടാക്കി വെച്ചിരിക്കുക. എന്നാ പിന്നെ അതിങ്ങെടുത്തോ. ചന്ദ്രു, ആ ബാഗ് എടുത്തോണ്ട് വാ. ഈ പണം അങ്ങ് ഏൽപ്പിക്കുന്നത് വരെ ഒരു സമാധാനവും ഇല്ല. എനിക്കല്ല, മരുമോന്. തനിക്കറിയാലോ, ഒരു പ്രത്യേക രീതികളാവന്. പരസ്പരം പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. പൊന്നും പണവൊന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതിയെന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴായി എന്റെ കയ്യിലുള്ളതെല്ലാം ഊറ്റിയെടുത്തു. ആകെ ഒരു മോളല്ലേ, അവളുടെ കണ്ണ് നിറയുന്നത് കാണാൻ വയ്യ. ഇതും കൂടി കൊടുത്തു കഴിയുമ്പോ ഇനി ഈ സോമന്റെ കയ്യിൽ ഒന്നും ഇല്ലടോ. ആ സോമനങ്ങളോ, സുഖാണോ? കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. മാറ്റം നല്ലത് തന്നെ. സോമ, സോമ, പണം മുഴുവനും ഉണ്ട്, എണ്ണി നോക്ക്. എന്നാ പിന്നെ ഞാൻ ഇറക്കട്ടെ. എണ്ണി നോക്കിയിട്ട് പോടൂ, അതിന് കുറച്ച് സമയം മതിയല്ലോ. എന്താ മാധവ, മാധവൻ തന്ന പണം എണ്ണി നോക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് അതിലൊരു വിശ്വാസക്കേടുമില്ല. മരുമോന, 10 മണിക്ക് മുമ്പ് കൊടുക്കാനുള്ളതാണത്ര ഈ പണം. ഇന്ന് ഇതും കൂടെ കൂട്ടി 6ാമത്തെ വിളിയാ. ഇതാ ഇറങ്ങി ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. ഓക്കെ, ശരി ശരി മാധവ. ശരി. ദിയമോൾ ഉണർന്നില്ലേ? ഇല്ലെങ്കിലേ, അവക്കിന്ന് സ്കൂളിൽ പോണ്ടല്ലോ. ശരി മാധവ. ആയിക്കോട്ടെ. ഞാൻ ഇറങ്ങുന്നു. ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കൊള്ളാം. അച്ഛൻ ഇതുവരെ ഇല്ലാത്ത ദുശീലങ്ങളൊക്കെ തുടങ്ങിയോ? ഈ മുറുക്കാൻ ചവയ്ക്കുന്നത് കൊണ്ടാണോ? ആണച്ചാ, ഈ പുകവലിയേക്കാൾ ദോഷമാ മുറുക്കാൻ. മോളെ, മാധവൻ നായർക്ക് ഒന്നും ഒരു ശീലമല്ല, ചായ പോലും. പിന്നെ ഇപ്പൊ എന്തിനാ മുറുക്കാൻ ചവയ്ക്കുന്നതെന്ന് ചോദിച്ചാ പറയാൻ ഒരു കാരണമുണ്ട്. കേട്ടാ, എല്ലാരും കൂടെ എന്നെ കളിയാക്കരുത് കേട്ടോ ചന്ദ്രു. കളിയാക്കണോ വേണ്ടെന്ന് മാധവേട്ടൻ പറഞ്ഞിട്ടല്ലേ തീരുമാനിക്കാൻ പറ്റൂ. അച്ഛൻ കാര്യം പറ. അതിപ്പോ എങ്ങനെയാ പറയുക? അത് മോളെ,
ഒരു പ്രായമൊക്കെ ആയി മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നോക്കി കാറ്റും കൊണ്ട് വരാന്തയിൽ ഇങ്ങനെ കാരണവരെ ചമഞ്ഞിരിക്കുമ്പോഴേ ദേ, ഈ തളിർവെറ്റില കൂട്ടിയുള്ള മുറുക്കാൻ ഒരു ഗമയാണെന്ന് കൂട്ടിക്കോ. അതിലുപരി ഇവിടെ വന്നിട്ട് ഒന്ന് കാണാൻ കൊതിച്ചിട്ട് കാണാൻ പറ്റാത്ത അമ്മയുടെ ഒരു മണം ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് പോലൊരു തോന്നല്. അതാ ഞാനില്ലാത്ത ശീലങ്ങളൊക്കെ മനസ്സ് തളർന്നിരിക്കുമ്പോ അമ്മയുടെ മാധവ എന്നുള്ളൊരു വിളി അത് മാത്രം മതി. ഈ ലോകത്ത് വെച്ച് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ നഷ്ടം ആരുടേതെന്ന് അറിയാവോ? അത് അമ്മയുടെയാ. സോറി അച്ഛാ. വിക്രമേട്ടനാണല്ലോ. ആ ഏട്ടാ, ഞാൻ വിക്രമല്ല, ഡോക്ടർ ശ്രീദേവിയ. ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ, പേഷ്യന്റിനെ സൂക്ഷിക്കണം, ഒരു കാരണവശാലും ആള് വീഴാൻ പാടില്ലെന്ന്. ഡോക്ടർ, ഞാനിപ്പോ ഇങ്ങോട്ട് വീട്ടിലേക്കൊന്ന് പോവാൻ. നോ, ഇതിനൊന്നും ഒരു ന്യായീകരണവും പറയണ്ട. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ തിരിച്ചെത്തണം. ഡോക്ടറെ, ഡോക്ടറിന് ഞാനേ സ്പെഷ്യൽ കൺസിഡറേഷൻ ഫീ തരുന്നുണ്ട്. എന്നെ ശുശ്രൂഷിക്കുന്നതിനല്ല, എന്റെ എല്ലാ ചെറ്റത്തരത്തിലും കൂട്ടു നിൽക്കുന്നതിന്. വിക്രം സാർ ഒരു കാര്യം പറഞ്ഞ ഞാൻ എന്താ ചെയ്യാതിരുന്നിട്ടുള്ളത്? എന്നെ പോലുള്ള പാവങ്ങളുടെ നിലനിൽപ്പ് തന്നെ വിക്രം സാറിനെ പോലുള്ളവര് ഉള്ളത് കൊണ്ടല്ലേ. വർഷ നമ്മൾ കരുതിയതുപോലെ സാറിന്റെ വരുതിയിൽ വന്നില്ലേ? ഇനി കൂട്ടിലടച്ച കിളിയെ പോലെ അവള് എന്നേക്കുമായി ഈ 4 ചുവരുകൾക്കുള്ളിൽ കിടക്കണം. ഡോക്ടർ പറഞ്ഞ നേരാ. അവളിപ്പോ ശ്യാമിന്റെ കസ്റ്റഡിയിൽ നിന്നും എന്റെ കൈവേളയിലായി. ശ്യാം പൊന്ന റോസ്കൽ. അവൻ എന്താ വിചാരിച്ചത്? ഞാൻ ജീവന തുല്യ സ്നേഹിക്കുന്ന വർഷയെ സ്വന്തമാക്കാന്നോ? കൊല്ലും ഞാൻ അവനെ.